രാജ്യത്തെ കാർഷിക മേഖലയ്ക്ക് ഉണർവേകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പുതിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റിലാണ് കർഷകർക്കായി ഈ പ്രഖ്യാപനമുണ്ടായിരിക്കുന്നത്. കാർഷിക ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യയിലുടനീളമുള്ള കർഷകരെ പിന്തുണയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ പദ്ധതി. രാജ്യത്തെ ഉൽപ്പാദനക്ഷമത കുറഞ്ഞ 100 ജില്ലകളിൽ നിന്നുള്ള 1.7 കോടിയോളം വരുന്ന കർഷകർക്കാണ് പദ്ധതിയുടെ ഗുണഫലം ലഭിക്കുന്നത്. ഉൽപ്പാദനക്ഷമതയ്ക്ക് പുറമെ മിതമായ വിളകൾ, പരിമിതമായ വായ്പാ സൗകര്യങ്ങൾ എന്നിവയും കണക്കിലെടുത്താണ് മേൽപ്പറഞ്ഞ ജില്ലകൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ദീർഘകാല ഹ്രസ്വകാല വായ്പകൾ ലഭിക്കുന്നതിനും ഈ പദ്ധതി സഹായിക്കും. പയർ വർഗ്ഗങ്ങളുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും കാർഷികോൽപാദനം കുറഞ്ഞ മേഖലകൾക്ക് ധനസഹായം നൽകാനും പദ്ധതി ഉദ്ദേശിക്കുന്നു. പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ: കാർഷികോൽപാദനം മെച്ചപ്പെടുത്തുക. ആധുനിക കൃഷി രീതികളുടെ സഹായത്തോടെ കാർഷിക ഉൽപാദനം മെച്ചപ്പെടുത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഉയർന്ന വിളവ് നൽകുന്ന വിത്ത് ഇനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക, വിളവ് വർദ്ധിപ്പിക്കുന്നതിന് നൂതന യന്ത്രങ്ങൾ ഉപയോഗിക്കുക എന്നിവയും ചെയ്യുന്നു. വിളകളുടെ വൈവിധ്യവൽക്കരണവും സുസ്ഥിര രീതിയും: കർഷകരെ അവരുടെ വിളകൾ വൈവിധ്യവൽക്കരിക്കാനും ജൈവകൃഷി, കാര്യക്ഷമമായ പ്രകൃതി വിഭവ മാനേജ്മെന്റ് തുടങ്ങിയ സുസ്ഥിര കാർഷിക രീതികൾ സ്വീകരിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നു. ഒറ്റവിളകളെ ആശ്രയിക്കുന്നതിനെക്കുറിച്ച് വിള വൈവിധ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കും. സംഭരണ കേന്ദ്രങ്ങൾ മെച്ചപ്പെടുത്തും. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും. ഗോഡൌണുകൾ, കോൾഡ് സ്റ്റോറേജ് സൗകര്യങ്ങൾ, ധാന്യ ബാങ്കുകൾ എന്നിവയുടെ നിർമ്മാണത്തിലൂടെ ഭക്ഷ്യവസ്തുക്കൾ പാഴാക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും. ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും. ജലസേചനം കാര്യക്ഷമമാക്കുന്നതിനായി ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ സംവിധാനങ്ങൾ, കനാൽ ശൃംഖലകൾ തുടങ്ങിയ ആധുനിക ജലസേചന രീതികളിലൂടെ ഈ പദ്ധതി വിപുലീകരിക്കും. വായ്പാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും. സബ്സിഡിയുള്ള വായ്പകളിലൂടെയും മറ്റ് മൈക്രോ ഫിനാൻസ് ഓപ്ഷനുകളിലൂടെയും കർഷകർക്ക് ആവശ്യമായ ഹ്രസ്വകാല, ദീർഘകാല വായ്പാ സൗകര്യങ്ങളും നൽകും. കർഷകർക്ക് പിന്തുണ: പരമ്പരാഗത കർഷകർക്ക് മാത്രമല്ല, ഗ്രാമീണ സ്ത്രീകൾ, യുവ കർഷകർ, ഭൂരഹിതരായ കുടുംബങ്ങൾ എന്നിവർക്കും പ്രയോജനം ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം. പദ്ധതി എങ്ങനെ പ്രാവർത്തികമാക്കും? സംസ്ഥാന സർക്കാരുമായി കൂടിച്ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുക. നിലവിലുള്ള കാർഷിക പദ്ധതികളെ പ്രത്യേക ഇടപെടലുകളുമായി സംയോജിപ്പിച്ചായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. 2018 നടപ്പിലാക്കിയ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പദ്ധതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. രാജ്യത്തെ 112 വികസ്വര ജില്ലകളിലായാണ് ഈ പദ്ധതി അന്ന് നടപ്പിലാക്കിയിരുന്നത്. രാജ്യത്താകമാനമുള്ള 1.7 കോടി കർഷകർക്ക് ഗുണഫലമുണ്ടാകുമെന്നാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത്. പദ്ധതിയിലൂടെ ഈ കർഷകർക്ക് സാമ്പത്തികമായി മെച്ചപ്പെടുത്തുകയും കാർഷിക വികസനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതിനു പുറമെ ഈ പദ്ധതി ഗ്രാമപ്രദേശങ്ങളിൽ ധാരാളം അവസരങ്ങൾ സൃഷ്ടിക്കുകയും അതിലൂടെ നഗര കേന്ദ്രീകൃതമായ കുടിയേറ്റത്തിന് ആവശ്യകത കുറയുമെന്നുമാണ് ധനമന്ത്രി തൻ്റെ ബജറ്റ് പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞത്. യുവാക്കൾക്കിടയിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും വിളകളുടെ വൈവിധ്യവൽക്കരണം കൊണ്ടുവരുന്നതിനും ഈ പദ്ധതി സഹായിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ കരുതുന്നത്.